അക്ഷരം പവേർഡ് ബൈ DC ബുക്സിൽ എഴുത്തും നിലപാടുകളും KR മീര, ഷൈനി ആന്റണി എന്നിവർ സംസാരിക്കുന്നു. അതോണായ ആണോ? അതുമാണ്. Hello everyone. I am very happy to be in conversation with Meera. ഇതൊരു രണ്ടാമത്തെ തവണയാണ്. ഒത്തിരി കൊല്ലം മുമ്പ് കോവിഡിന് മുമ്പ് അങ്ങടാണ് മീര ബാംഗ്ലൂരിൽ വന്നിട്ട് I was in conversation with her. And you know, I have read most of her books. എല്ലാ ബുക്സും ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ മലയാളത്തിലല്ല വായിച്ചിരിക്കണേ, ട്രാൻസ്ലേഷൻസ് ആണ്. ഹാങ് വുമൺ വായിച്ചിട്ട് മൈ സെക്കൻഡ് റീഡിങ് ഓഫ് മീര വാസ് ഒരു ചെറുകഥ എൻ്റെ ഒരു പുസ്തകത്തിന് മീര തന്നു. ഷി വാസ് കൈൻഡ്, ഷി ഗേവ് മീ ആൺപ്രേതം. ആ കഥ എൻ്റെ അത് ഇതിലും നമ്പർ 1 സ്റ്റോറിയാണ്, ഫസ്റ്റ് സ്റ്റോറിയാണ്. എൻ്റെ കളക്ഷനിലും അത് ഫസ്റ്റ് സ്റ്റോറിയാണ്. ഹാങ് വുമൺ വായിച്ച പോലെ അല്ല ഞാൻ ആ ഷോർട്ട് സ്റ്റോറി വായിച്ചത്. അത് ബാക്ക് ടു ഫ്രണ്ട്, ഫ്രണ്ട് ടു ബാക്ക്, ഇൻസൈഡ് ഔട്ട്, ഔട്ട്സൈഡ് ഇൻ, അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് ഞാനും പിന്നെ പെൻഗ്വിൻ്റെ എഡിറ്ററും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ആ സ്റ്റോറി ഒത്തിരി പ്രാവശ്യം വായിച്ചത് കാരണം ഞാൻ ശരിക്കും മീരനെ അറിയുന്നത് ആ സ്റ്റോറി വഴിയാണ്. അത് കഴിഞ്ഞിട്ടും ഞാൻ മീരയുടെ ബുക്സ് വായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കാണ് ഏഞ്ചൽസ് ബ്യൂട്ടി സ്പോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു that was my second book after Hang Woman, and every other book that came out in Malayalam I read. But that story, Aan Predam, adinte title thanne, you know, it is just so mesmerizing. അപ്പോൾ മീരയുടെ എല്ലാ കഥകളിലും ഒത്തിരി യാഥാർത്ഥ്യങ്ങളുണ്ട്, ഒത്തിരി സത്യങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ടൊരു ടോണുണ്ട്, ഒരു വോയിസ്. അത് മീരയുടെ മാത്രമായിട്ടുള്ളൊരു വോയിസാണ്. ഇറ്റ്സ് ലൈക്ക് പ്ലേഫുൾ, ഇറ്റ്സ് ഗോട്ട് പ്ലേഫുൾ ഇൻ്റലിജൻസ്. ഒരു രസമായിട്ടുള്ളൊരു രഹസ്യം റീഡറിനോട് മീര പറയുന്നത് പോലെയാണ്. സോ ഒരു കുസൃതി. ഓക്കെ, സോ ആ കഥയിൽ ഒരു വരി, ആ കഥ മൊത്തം ഇറ്റ്സ് എൻ എക്സ്ട്രീംലി പവർഫുൾ സ്റ്റോറി അബൌട്ട് എ വുമൺ കമ്മിങ് ഇൻ ടു ഹെർ ഓൺ. ഭയങ്കര പവർഫുൾ നരേറ്റീവാണ്. പക്ഷെ ആ സ്റ്റോറിയിലെ ഒരു ലൈനുണ്ട്, ഒരു പാരഗ്രാഫുണ്ട്, വിച്ച് ഈസ് ലൈക്ക് ബൈ ഹാർട്ട് ഫോർ മീ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീഡ് ഇറ്റ് ഇൻ മലയാളം. ഇതല്ലേ നമസ്കാരം. ഷൈനി ആദ്യമേ എന്നെക്കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരായ വായനക്കാർ എനിക്കെതിരെ തിരിക്കാനുള്ള ഒരു വിദ്യയാണെന്നാണ് തോന്നുന്നത്. കാരണം ഷൈനി പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. ഷൈനി ബാംഗ്ലൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, പോയട്രി ഫെസ്റ്റിവൽ എന്നിങ്ങനെ ഒന്നിലേറെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ ക്യൂറേറ്ററാണ്, എഴുത്തുകാരിയാണ്, ചേതൻ ഭഗത്തിൻ്റെ എഡിറ്ററായിരുന്നു. ചേതൻ ഭഗത്തിനെ നമ്മളെ കൊണ്ടൊക്കെ വായിപ്പിച്ചത് ഷൈനിയായിരുന്നു. മികച്ച എഡിറ്ററാണ്, മികച്ച പത്രപ്രവർത്തകയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ മുൻപേ നടന്ന വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. പക്ഷേ ഈ ചതി ശരിയായില്ല. കാരണം നമ്മൾ എഴുതുമ്പോൾ സത്യത്തിൽ ഇതിൽ ഒരു പ്രത്യേകമായിട്ടൊരാളിനെ ആയിരിക്കില്ല
കാണുന്നത്. ആണ് എന്ന് പറയുന്ന, പെണ്ണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരു പ്രതിനിധിയായി എടുക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ തരം അസംതൃപ്തികളെക്കുറിച്ചും അടിച്ചമർത്തലുകളെക്കുറിച്ചും പറയാനൊരു സൗകര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ അങ്ങനെ എഴുതുന്നത്. ഇത് ഇങ്ങനെ അല്ലാത്ത സ്ത്രീകളുമുണ്ട്. നമ്മളൊരു എന്താണ് പറയേണ്ടത്, അടിച്ചമർത്തലിൻ്റെ മനോഭാവമുള്ള സ്ത്രീകളുണ്ട്, അടിച്ചമർത്തൽ എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പുരുഷന്മാരുമുണ്ട്, ട്രാൻസ്ജെൻഡർ വ്യക്തികളുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും സമൂഹം നമ്മുടെ ഒരു നിയമമായി അത്തരം സ്വഭാവ വിശേഷങ്ങൾ വളർത്തിയെടുക്കുന്നതും അടിച്ചേൽപ്പിക്കുന്നതും പുരുഷന്മാരിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ ആൺപ്രേതം, പഴയ കാമുകൻ കൊല്ലപ്പെട്ട മാളികയിലേക്ക് വരികയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മുറിപ്പെട്ട ഒരു സന്ദർഭത്തിൻ്റെ ഓർമ്മ, അതിൻ്റെ ഒരു ക്ലോഷറാണ് അവരാഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ എഴുതിയതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഇതാണ്: സ്ഫടിക കൈകൾ ഇരുട്ടിലാണ്ട മച്ചിന്മേലേക്ക് ഉയർത്തി, അറ്റ് വീഴുമെന്ന് തോന്നിപ്പിക്കുന്ന തല അന്തസ്സിൽ ഉയർത്തി, ഈ അവസ്ഥയിലും നിന്നേക്കാൾ ശക്തനായി എന്നെ അംഗീകരിക്കൂ എന്ന നിശബ്ദമായ യാചന എല്ലായിടത്തും മുഴങ്ങി. അതാണ് ഒരു പ്രേതമാണെങ്കിലും പ്രേതമായാലും പുരുഷൻ തന്നെ. സ്നേഹിപ്പിക്കാനാകാത്തവരെ ഭയപ്പെടുത്തും, ആക്രമിക്കും, സ്നേഹിച്ചാലും ഇല്ലെങ്കിലും മേൽക്കോയ്മ അംഗീകരിപ്പിക്കും. ഒരു കഥ മീരയുടെ അടുത്തേക്ക് ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടണത്? ഒരു വാക്കായിട്ടാണോ, ഒരു തർക്കമായിട്ടാണോ, സീനായിട്ടാണോ, സ്വപ്നമായിട്ടാണോ? ആരാണ് മീരേനെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് തൊട്ട് ഉണർത്തിയിട്ട് എന്നെ ഒന്ന് എഴുതുമോ, അങ്ങനെ ആരാണ് ഈ പറയുന്നത്? ഷൈനി ഈ കഥ എഴുതാൻ എന്നോട്, സത്യത്തിൽ ഷൈനിയാണ് ഇങ്ങനൊരു കഥ എന്നെ എഴുതിപ്പിച്ചത്. ഷൈനി എന്നോട് പറഞ്ഞു, മീര ഏതെങ്കിലും ഒരു സമയത്തൊരു ഹൊറർ സ്റ്റോറി എഴുതിയിട്ടുണ്ടോ, അങ്ങനെ ഒരു കഥ എഴുതാമോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കാം. എന്നിട്ട് ഞാനൊരു ഹൊറർ സ്റ്റോറിയെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മുന്നിൽ കണ്ടത് ഒരാൺ പ്രേതത്തെയാണ്. ആ പ്രേതം ചില്ലിൽ തീർത്ത ഒരു ശില്പം പോലെയായിരുന്നു. അങ്ങനെ ഒരു ശില്പം, പുരുഷ ശില്പത്തെ ഒരു പ്രേതമായിട്ട് കാണുകയും ആ പ്രേതത്തിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മളെ എത്രത്തോളം പേടിപ്പിക്കുമെന്ന് ആലോചിക്കുകയും ചെയ്തപ്പോഴാണ് ഈ കഥ ഉരുത്തിരിഞ്ഞു വന്നത്. പലപ്പോഴും ഇതൊരു ദൃശ്യമായിട്ടാണ് ഒരു കഥ എന്നിലേക്ക് വരാറുള്ളത്. ജുംപ ലാഹിരി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ഉറക്കത്തിൽ ലൈക്ക് വെൻ ഐ എം ടേണിങ് സൈഡ്സ് എനിക്ക് പെട്ടെന്ന് ഒരു വരി ഇങ്ങനെ പെർഫെക്റ്റ് വരിയായിട്ട് ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് വരും. പിന്നെ അത് എഴുതിയേ പറ്റുമോ, എണീറ്റിട്ട് പിന്നെ ആ സെൻറ്റൻസിൽ നിന്ന് ഞാനിങ്ങനെ മുന്നാക്കം പോകും. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. മീരയ്ക്ക് അതൊരു സീനായിട്ടാണ് കാണുന്നത്. അതെ, വിഷ്വലാണ് പലപ്പോഴും. ചിലപ്പോഴൊക്കെ ആ കഥ ഉളവാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഫീലിംഗും എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആരാച്ചാർ എഴുതുന്നതിന് മുമ്പ് എനിക്ക് കഴുത്തിൽ ഒരു കയർ കുരുങ്ങുന്ന ആ ഒരവസ്ഥ തന്നെയാണ്. അതുതന്നെയാണ് ആ പുസ്തകത്തിലൂടെ ആവിഷ്കരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. മീരയുടെ എല്ലാ ഹീറോയിൻസും നായികമാർ ഭയങ്കര വ്യത്യസ്ത സ്ത്രീകളാണ്. ഭാവന ഫ്രോം കബർ, ദെൻ ആരാച്ചാറിലെ ഹീറോയിൻ ഇസ് ചേത്ന, പിന്നെ തുളസി ഫ്രോം പോയ്സൺ ഓഫ് ലവ്, അത് മലയാളത്തിൽ എന്താ, സാധു, മീര സാധു. പിന്നെ ഓൾ യുവർ സ്റ്റോറീസ്, they're all very they're different characters, but there's something also very similar to them. They're all
ultimately ഷൈനി പറയുന്നതൊക്കെ വ്യത്യസ്ത കഥാപാത്രങ്ങളാണെന്നാണോ? അതൊക്കെ വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് എന്നാണോ ഷൈനി തോന്നുന്നത്? അതെ, മീരയുടെ സ്ത്രീകളെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയുകയില്ല. ലൈക്ക് എവ്രി വുമൺ ഇസ് വെരി ഡിഫറെൻറ്റ്, ബട്ട് അറ്റ് ദ ഹാർട്ട് ഓഫ് ഇറ്റ് ദർ ഇസ് എ കോർ ഓഫ് സ്റ്റീൽ. ദർ ഇസ് സം കൈൻഡ് ഓഫ് സബ്സ്റ്റൻസ് ദറ്റ് കംസ് ഔട്ട് ഇങ്ങനെ ഒരു ട്രയൽ ബൈ ഫയർ കഴിഞ്ഞിട്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി അബൌട്ട് യുവർ ക്രാഫ്റ്റിംഗ്. നമ്മൾ ചോദിക്കില്ലേ, ചിക്കനാണോ ആദ്യം, ചിക്കാണോ ആദ്യം വന്നത്, എഗ്ഗാണോ ആദ്യം വന്നതെന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ ഈ കഥാപാത്രങ്ങളൊക്കെ ഈ കഥയിൽ നിന്നും ഉയർന്നു വരുന്നതാണോ, അതെ ഇവർ ഈ അവരുടെ ആ ക്യാരക്ടർ, അവരുടെ ആ പേഴ്സണാലിറ്റി കാരണം ആ പ്ലോട്ട് അങ്ങനെ അങ്ങ് അവർ തിരിക്കുന്നതാണോ? കഥാപാത്രമാണ് ഒരു കഥ പറയാൻ ആവശ്യം, പക്ഷെ കഥ നേരത്തെ ഉണ്ടാവും. ഇപ്പോൾ ഏതൊക്കെയോ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട് കോഴിയാണ് മുട്ടയേക്കാൾ ആദ്യം ഉണ്ടായതെന്ന്. അതുകൊണ്ട് ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരമായി. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് കഥ ഉണ്ടായിരിക്കുകയും അത് പറയാനൊരു കഥാപാത്രം വന്നു ചേരുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എൻ്റെ മനസ്സിൽ ഒരുപാട് കഥകളും ഒരുപാട് വിഷ്വലുകളും ഒരുപാട് എന്താണ് ആ വൈകാരിക സന്ദർഭങ്ങളും ഉണ്ടായിരിക്കുകയും ആ കഥയുടെ അത് ആവിഷ്കരിക്കാൻ ഏറ്റവും പറ്റിയ ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ കഥയ്ക്ക് ഒരു രൂപമുണ്ടാകുകയും ചെയ്യുന്നതാണ് പതിവ്. ഖബറിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ തങ്ങളെന്ന കഥാപാത്രം വന്നപ്പോഴാണ് ഈ കഥ പറയാനുള്ളത്. ഷോൺ കോണറിയുടെ ശരീരവും കമലഹാസൻ്റെ കണ്ണും. കമലഹാസൻ്റെ കണ്ണുകളോട് എനിക്ക് വലിയ പ്രേമമായിരുന്നു ഒരിക്കൽ. എൻ്റെ വിചാരം ഈ കഥാപാത്രം ഒരു ക്ലീഷേ കഥാപാത്രം ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ കഥ, അതായത് ബാബറി മസ്ജിദ് തകർന്ന കാലം മുതൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കഥയാണ്. ആ കഥ ഏറ്റവും ലളിതമായും ചുരുക്കമായും സംക്ഷിപ്തമായും എങ്ങനെ പറയണം എന്നുള്ളത് അലട്ടിയിരുന്നു. പക്ഷെ അന്ന് ആ തങ്ങൾ എന്ന കഥാപാത്രം വന്നതോടെ ആ കഥ വളരെ എളുപ്പമായി. തങ്ങൾ എന്ന കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്. കഥ ഉണ്ടായിരുന്നു, കഥ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് പറയാൻ തങ്ങളെന്ന കഥാപാത്രം ഒരു ദിവസം ആവിർഭവിച്ചു. പിന്നെ അദ്ദേഹത്തോടൊപ്പം ജിന്നുകൾ, മലക്കുകൾ പോലെ ബാക്കിയുള്ള കഥാപാത്രങ്ങളും വന്നു. ആ കഥാപാത്രം വന്നതോടുകൂടിയും അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സും അദ്ദേഹം സ്നേഹത്തിനെ പറ്റിയും ഡിവോഷനെ പറ്റിയും ഒക്കെ പറയുന്നത്, ഇറ്റ് ഈസ് ജസ്റ്റ് ആക്ച്വലി ഈ ബുക്കിനെ ഡിഫൈൻ ചെയ്യാനാവത്തില്ല. ഇസ് ഇറ്റ് എ ലവ് സ്റ്റോറി, പ്രണയകഥയാണോ, മാന്ത്രിക കഥയാണോ, ഭയങ്കര ഒരു സറിയൽ ആസ്പെക്ട്സ് ഒക്കെ ഉണ്ട്. ആ സിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറി, ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ മിത്ത് ഓർ എ ലെജൻഡ് കമ്മിങ് ഇൻ. ആൻഡ് ഐ തിങ്ക് മീരയുടെ എല്ലാ സ്റ്റോറീസിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇറ്റ് ഈസ് ഖബർ. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ യു മെയ്ഡ് ദാറ്റ് ഹാപ്പൻ, ബിക്കോസ് ഐ എം ഓൾസോ എ റൈറ്റർ. So I'm looking at the crafting. Like Meera said, it starts off as an ordinary story about a woman, and then it goes into slightly puzzling things about her. So there is her husband, there is her son, അവരുടെ അമ്മ, പിന്നെയാണ് ഈ കാമുകൻ. സോ ഈ 4 പേരിങ്ങനെ സാറ്റലൈറ്റ്സ് ആയിട്ട് ഭാവനയുടെ ചുറ്റുമുണ്ട്. ഈ ഭാവന എന്നുള്ള കഥാപാത്രം എങ്ങനെ ഒപ്പിച്ചു മീര? അല്ല, ഭാവന എന്ന് മാത്രമല്ല, എൻ്റെ എല്ലാ കഥാപാത്രങ്ങളിലും ഞാനുണ്ട്. ഏറെയും കുറഞ്ഞും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാനതാണ് ഷൈനി പറഞ്ഞപ്പോൾ എടുത്ത് ചോദിച്ചത്, എല്ലാവരും വ്യത്യസ്തരായിട്ടാണോ ഷൈനിക്ക് തോന്നുന്നത് എന്ന്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാൻ പലതരം മേക്ക് ഓവറും പലതരം പ്രച്ഛന്ന വേഷവും കെട്ടി വായനക്കാരെ കബളിപ്പിക്കുക മാത്രമാണ് ഓരോ സമയത്തും അരങ്ങിലെത്തുന്ന ഓരോ നായിക കഥാപാത്രത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ മാറുന്ന പോലെ. പക്ഷേ ശരിക്കും അതെൻ്റെ തന്നെ യാത്രയാണ്. ഓരോ ഘട്ടത്തിലും ഉണ്ടായ ഓരോ നായികമാരും വ്യത്യസ്തരാകുന്നതിൻ്റെ കാരണം, നായിക എന്നൊന്നും പറയാൻ പറ്റില്ല, കേന്ദ്ര കഥാപാത്രങ്ങൾ വ്യത്യസ്തരാകുന്നതിന് കാരണം ആ ഓരോ ഘട്ടത്തിലെ ഞാനും ഇന്ന് നിങ്ങൾ കാണുന്ന എന്നിൽ നിന്ന് ഇന്നലത്തെ ഞാൻ എങ്ങനെയാണോ ഇന്നത്തെ എന്നിൽ നിന്ന് വ്യത്യസ്തയാകുന്നത്, അതുപോലെ തന്നെ എൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു. ആ യാത്ര അത്ര സുഖകരമായിരുന്നില്ല, പലപ്പോഴും അത്ര സുഗമമായിരുന്നില്ല, പലപ്പോഴും നമ്മളെ തന്നെ നവീകരിച്ചു കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. അതിനിടയിൽ നമുക്ക് കിട്ടിയ
വെളിപാടുകളാണ്, ഉൾക്കാഴ്ചയാണ് പലപ്പോഴും കഥകളിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ വ്യത്യസ്ത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മീര സാധുവിലെ തുളസി അവർ ചതിക്കപ്പെടുമ്പോൾ അവരുടെ റിയാക്ഷൻസും അവരുടെ സെൻസ് ഓഫ് ക്ലോഷർ അത് വളരെ ഡിഫറെൻ്റ് ആണ്. ആ പ്രായത്തിൽ അങ്ങനെയായിരുന്നു. അതെഴുതുമ്പോൾ എനിക്ക് ആ പ്രായമായിരുന്നു. അന്ന് ഞാൻ കാമുകനെ അങ്ങനെയാണ് കണ്ടത്. ഒരു പുരുഷനിൽ മാത്രം പ്രേമം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മനസ്സ് എനിക്കന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു. കാരണം ഞാനും അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് എഴുതാൻ വളരെ എളുപ്പമായിരുന്നു. അതിനുശേഷം അടുത്ത് ചേതനയിലേക്ക് വരുമ്പോൾ വീണ്ടും ഈ എംപവർമെൻറ്റും ഈ ലോകവും മീഡിയയും എങ്ങനെയാണ് നമ്മളെ കാണുന്നതെന്നും നമ്മളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് വളരെ അടുത്തും അകലയിൽ നിന്ന് അതിൻ്റെ ദൃക്സാക്ഷിയായും അതിൻ്റെ ഇരയായും അതിൻ്റെ സർവൈവറായും ഒക്കെ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോ സ്ത്രീയും അത്തരം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി തന്നെയാണ് അവളുടെ മെറ്റാമോർഫോസിസ് പൂർത്തിയാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ ഫീൽ ബിട്രയൽ, ചതി എന്നുള്ളത് പല തരത്തിലും മീരയുടെ കഥകളിലുണ്ട്. ദർ ഈസ് എ മൂമെൻറ്റ് വെൻ ദ വുമൺ ഫീൽസ് ലൈക്ക് I trust this person and now I can't trust this person. I trusted this life and now I can't trust this life. And what do I do next? എനിക്ക് മീരയുടെ സ്റ്റോറീസിൽ ബിക്കോസ് സി ആസ് എ ഫിക്ഷൻ റൈറ്റർ ആൾക്കാർ നോക്കുന്നത് അതിൽ ഫാക്ച്വലായിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടോയെന്ന്. ആൻഡ് നോൺ ഫിക്ഷനിൽ ഇപ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവർ ഈ ഫിക്ഷൻ്റെ ട്രിക്സാണ് ഉപയോഗിക്കുന്നത്. ദേ വിൽ ക്രിയേറ്റ് ദ പേഴ്സൺ ആൻഡ് ഇങ്ങനെ ആണ് വിചാരിച്ച് അങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറയും. പക്ഷേ മീരയുടെ ഈ ജേർണലിസ്റ്റ് പാരലൽ ട്രാക്ക് ഉണ്ടല്ലോ ലൈഫിൽ, എഡിറ്റിങ്ങും റൈറ്റിങ്ങും റിപ്പോർട്ടിങ്ങും ആൻഡ് തൊഴിലാളികളെയൊക്കെ പറ്റി വാട്ട് യു റോട്ട് ആൻഡ് യു ഗോട്ട് ആൻ അവാർഡ് ഫോർ ദാറ്റ്. സോ ബോത്ത് ഇൻ ഫിക്ഷൻ ആൻഡ് ഇൻ നോൺ ഫിക്ഷൻ you've been quite a game changer. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡു യു ഫീൽ ദാറ്റ് ദേ കൈൻഡ് ഓഫ് ഇൻഫോം ഈച്ച് അതർ? ബിക്കോസ് അത് രണ്ടും രണ്ട് ജോൺറയാണ്. എനിക്ക് തോന്നുന്നത് സത്യത്തിൽ ഒരു നല്ല റിപ്പോർട്ടിനെ കഥ പോലെ തന്നെ വായിക്കാൻ പറ്റുമെങ്കിൽ ആ റിപ്പോർട്ടും അതിലെ കാര്യങ്ങളും വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുമെന്നാണ്. ഒരു കഥയിൽ ഒരു റിപ്പോർട്ടിനോളം വിശ്വാസ്യതയോടെ അതിലെ ഘടകങ്ങൾ നമ്മൾ നിരത്തി വയ്ക്കുകയാണെങ്കിൽ, ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ വിശ്വാസ്യതയുള്ള ഒരു കഥയായി മാറും എന്നുള്ളതാണ്. ഇത് രണ്ടും ആ രീതിയിൽ പരസ്പരം എൻറിച്ചിങ് ആണ്. പക്ഷെ ഒന്നൊന്നിന് പകരമാവില്ല. റിപ്പോർട്ടിങ്ങിന് പകരമാവില്ല കഥ എഴുതുന്നതിന് പകരമാവില്ല റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ചില അംശങ്ങൾ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. പെണ്ണുങ്ങളെ ഒത്തിരി സെൻറ്റർ സ്റ്റേജാണ്. എന്താ ഷൈനി ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ചോദിക്കാനിരിക്കുന്ന ആൺകുട്ടികൾ ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഏത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയാലും ആൺകുട്ടികൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് പുരുഷന്മാരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്? അല്ല, മീര സൗത്ത് ഇന്ത്യൻ ലിറ്റ് ഫെസ്റ്റിന് വന്നില്ലേ ബാംഗ്ലൂർ? അപ്പോൾ ഏതോ ഒരു ആൾ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു മീരോട്. അയാൾ പറഞ്ഞു ഞാൻ ഫെമിനിസ്റ്റ് അല്ല എന്നങ്ങോട്ട് പറഞ്ഞു തർക്കിക്കാനായിട്ട്. അപ്പോൾ മീര പ്രൂവ് ചെയ്തു അയാൾ ഫെമിനിസ്റ്റ് ആണെന്ന്. അപ്പം അയാൾ നിന്ന പോലെ അല്ല ഇരുന്നേ. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മൾ പലപ്പോഴും ഈ ആൺകുട്ടികളും പുരുഷന്മാരൊക്കെ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കഥകളിൽ പുരുഷന്മാരെ എത്ര മോശമായിട്ട് ചിത്രീകരിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് പുരുഷന്മാരെ കേന്ദ്ര കഥാപാത്രമായി എല്ലാ ഗുണഗണങ്ങളും ഉള്ള ഉത്തമ കഥാപാത്രങ്ങളായി നിങ്ങൾക്കൊരു കഥ എഴുതിക്കൂടാ? പക്ഷെ അത് ചെയ്യാൻ ഒത്തിരി പേരുണ്ടല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഈ കാലം ഉണ്ടായ കാലം, ആദികാവ്യം ഉണ്ടായ കാലം മുതൽ പുരുഷനെ കേന്ദ്ര കഥാപാത്രമായി വായിച്ച് ഇവർക്ക് മതിയായിട്ടില്ലേ? മടുത്തിട്ടില്ലേ നിങ്ങൾക്ക്? ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയെങ്കിലും സ്ത്രീകൾ നായികയാകുന്നതും കഥാപാത്രമാകുന്നതും ഒന്ന് കാണണ്ടേ? അതുകൊണ്ട് ഇവരുടെ വിചാരം ഈ വായിച്ച് ഈ ഒരു ചിന്ത മനസ്സിൽ തറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിചാരിക്കും, ഒരു കഥയായാൽ ഒരു പുരുഷൻ തന്നെ നായകനായിട്ട് വേണം, ഒരു വീടായാൽ പുരുഷൻ തന്നെ ഗൃഹനായകനായിട്ട് വേണം, ഗൃഹനാഥനായിട്ട് വേണം, ഒരു സ്ഥാപനമായാൽ പുരുഷൻ തന്നെ അതിൻ്റെ കേന്ദ്രസ്ഥാനത്ത് വേണം, ഗവൺമെൻറ് ആയാൽ
ഗവൺമെൻറ് ആയാൽ അങ്ങനെ. പക്ഷേ സ്ത്രീകൾ ഭരിക്കുമ്പോഴാണ് നന്നാവുക. വീട് വൃത്തിയായിട്ട് നടക്കുന്ന വീട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും നന്നായി നടക്കുന്ന അതിൻ്റെ ഒരു സർവേ എടുത്താൽ 99% ഞാൻ ഉറപ്പ് തരാം സ്ത്രീകൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോഴായിരിക്കും. ഞാൻ ചോദിച്ചു വന്നത് എന്താണെന്ന് വെച്ചാൽ, ബിക്കോസ് ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ എന്നെ ഭയങ്കര വലിയ ആളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊട്ടയായിട്ട് വരച്ചാലും അതിനെ വേഗം ഫ്രെയിം ചെയ്ത് നെയിലൊക്കെ ഇട്ട് തറച്ചു വയ്ക്കും വോളിൽ. ഏത് മിസ് ഇന്ത്യക്ക് എന്ത് കിട്ടിയാലും എൻ്റെ ഫാദർ ഇവളുടെ മുമ്പിൽ അവരൊന്നും ആരുമല്ല. ഇങ്ങനത്തെ ഒരു ലോകത്തിൽ നിന്ന് ഞാൻ ശരിക്കുള്ള ലോകത്തിലേക്ക് കാലുകുത്തി. ഓഫീസിൽ പോകാൻ തുടങ്ങി, അതിന് മുമ്പ് കോളേജിൽ പോകാൻ തുടങ്ങി, ആൾക്കാരെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്നെ ഒരു ഈക്വലായിട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ ഈ ലോകം അതിനുള്ളത് അല്ല. അപ്പോൾ എൻ്റെ ചോദ്യം നേരത്തെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഈക്വൽ പ്ലേയിങ് ഫീൽഡ് അല്ല വിമനെ. അത് മീരയ്ക്ക് ഏത് പ്രായത്തിലാണ്, എപ്പോഴാണ് അത് മീരയ്ക്ക് തോന്നി തുടങ്ങിയത്? അയ്യോ, അതൊരു 4 വയസ്സ് 5 വയസ്സായപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ ആദ്യമായിട്ട് ഒരു പരീക്ഷ എഴുതി എനിക്ക് 10ൽ 10 കിട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഞാനത് മനസ്സിലാക്കുന്നത്. എനിക്കത് വീട്ടിൽ പോയിരുന്ന് പഠിക്കണം, ഇത് തലേന്ന് ഇതെല്ലാം പഠിച്ചിട്ടാണ് പിറ്റേന്ന് വന്ന് ഹോംവർക്ക് ഡിക്റ്റേഷൻ എഴുതണമെന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ആരും പറഞ്ഞു തന്നില്ല. പക്ഷേ ഞങ്ങൾ അന്നൊരു വീടിനടുത്ത് ശാസ്താംകോട്ടയ്ക്ക് അടുത്തൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങിയപ്പോൾ അവിടെ എന്നെ കൊണ്ട് ചേർത്തു. ആ സ്കൂളിൽ പലപ്പോഴും ഡിക്റ്റേഷനൊക്കെ ഇടാറുണ്ട്, പല കുട്ടികൾക്കും കിട്ടും. അപ്പോൾ എൻ്റെ വിചാരം മറ്റു കുട്ടികളൊക്കെ വളരെ മിടുക്കരാണെന്നാണ്. അങ്ങനെ ഒരു തവണ എനിക്ക് 10ൽ 10 കിട്ടി. അത് തലേന്നത്തെ പഠിച്ചത് എങ്ങനെ ഓർമ്മ വന്നിട്ട് പഠിച്ചതാണ്, എങ്ങനെയോ കിട്ടിയതാണ്. പക്ഷേ ആ 10ൽ 10 കിട്ടിയതിൻ്റെ സന്തോഷം ഞാൻ അടുത്തിരുന്ന ആൺകുട്ടിയോട് പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി, അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് സാറന്മാർ മാർക്കിട്ട് തരും. ഇത് സത്യത്തിലേ എൻ്റെ എല്ലാ ആഹ്ലാദത്തെയും അങ്ങനെ ചവിട്ടി ഞെരിച്ച് കൊന്ന് അവനൊരു കത്തിയെടുത്ത് കുത്തിക്കൊന്നിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 1ാം സ്ഥാനം കിട്ടിയ ഒരു പെൺകുട്ടിയെ എടുത്ത് ഒരു 5 വയസ്സുകാരി ഒരു 5 വയസ്സുകാരിയോട് പറയാണ്, അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ കിട്ടും. ജീവിതത്തിലുടനീളം ഞാനിത് കേട്ടിട്ടുണ്ട് ഷൈനി. ഓരോ തവണയും ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടല്ല, സാറിനോ ടീച്ചറിനോ പെൺകുട്ടി എന്ന അലിവോ ഔദാര്യമോ വാത്സല്യമോ തോന്നിയത് കൊണ്ടല്ല ഓരോ മാർക്കും കിട്ടിയത് എന്ന് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ഓരോ തവണയും എനിക്ക് 1ാം സ്ഥാനം കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതെങ്ങനെ എനിക്ക് കഴിവുണ്ടായിട്ട് തന്നെ അല്ലേ കിട്ടിയത്, ശരിക്കും ഞാൻ പ്രവർത്തിച്ചിട്ടല്ലേ കിട്ടിയതെന്ന്. അതെന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ഘട്ടത്തിലും എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്നവരിൽ എൻ്റെ തലമുറയിലുള്ളവരും അവർക്ക് പിന്നാലെ വന്നവരും മുമ്പേ പോയവരും എല്ലാവരും അവൾ കിട്ടിയതൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സഹപാഠിയായ ആൺകുട്ടിയെയോ അധ്യാപകരെയോ ഒക്കെ നേരിട്ട് കാണും. ഇതങ്ങനെ അല്ലാതെ ഈ പെൺകുട്ടി നമ്മളിലൊരാളാണ്, നമുക്കൊപ്പമുള്ള ഒരാളാണ്, ഈക്വൽ റൈറ്റ്സ് ഉള്ള ഒരാളാണ് എന്ന് കാണാൻ അവരെ ലോകം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അവരെ കുറ്റം പറയല്ല. ഈ കുട്ടിക്ക് ഈ എൻ്റെ പ്രായമുള്ള ആ ആൺകുട്ടിക്ക് എവിടെ നിന്നായിരിക്കും ഇങ്ങനെ പെൺകുട്ടി ആയതുകൊണ്ട് മാർക്ക് കിട്ടാൻ ഇടയുണ്ട് എന്നുള്ള ഒരു പാഠം കിട്ടിയത്? തീർച്ചയായും അവനേക്കാൾ മുതിർന്ന വീട്ടിലുള്ള മറ്റാരെങ്കിലും കയ്യിൽ നിന്നായിരിക്കും. അതേതായാലും ഒരു സ്ത്രീയാകാൻ സാധ്യതയല്ല, അതൊരു പുരുഷൻ തന്നെയായിരിക്കും. അപ്പോൾ കാലാകാലങ്ങളിലായിട്ടുള്ള ഇത്തരം ഒരുപാട് യുദ്ധങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ ഇന്നും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, മീശയില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മ തന്നെയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോഴും ഞാൻ പറയുന്ന ഇതേ കാര്യങ്ങൾ ഒരു മീശ വെച്ചിട്ട് ഒരല്പം കൊടവയറോടൊക്കെ ഇരുന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്ന ഓഡിയൻസും എനിക്ക് കിട്ടുമായിരുന്ന കയ്യടിയുമല്ല ഇപ്പോഴുള്ളതെന്ന് മാത്രം ഞാൻ ഷൈനിയോട് പറയും. മീശയ്ക്ക് ഇന്ത്യയിലും കേരളത്തിലും വലിയ വിലയുണ്ട്, വലിയ വില. വെരി നൈസ്ലി സെഡ്. ഇപ്പോൾ ലോകം മുഴുവനും ആക്ച്വലി ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. സൊസൈറ്റി ഹാസ് ചേഞ്ച്. പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ നമ്മളുടെ ചെറുപ്പകാലത്തെ ഫൈറ്റ്സ് അല്ല ഇപ്പോൾ.
ഇപ്പോൾ വേറെ ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം എല്ലാവരും വന്ന് ചോദിക്കും ഇവർ കെട്ടുന്നില്ലേ, നമുക്ക് പ്രപ്പോസൽസ് കൊണ്ടുവരിക അതൊക്കെ. ആൻഡ് ദ കൈൻഡ് ഓഫ് മെൻ ദാറ്റ് വി യൂസ് ടു നോ വാസ് വെരി ഡിഫറെൻറ്റ്. ഇപ്പം മീര പറഞ്ഞതുപോലെ മീരയുടെ ക്ലാസ്മേറ്റിനെ പോലത്തെയുള്ള ആൾക്കാരായിരുന്നു നമ്മുടെ ചുറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഇനിയിപ്പോൾ ആണുങ്ങളെ സുഖിപ്പിക്കാനുള്ള ഒരു ചോദ്യമാണ്. അവരങ്ങനെ സൂഹിക്കൊന്നുമില്ല, അവർക്ക് അവരെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. അതാണ് അതിൻ്റെ സംഗതി. ഇനി കുറച്ചുകൂടെ പറയൂ എന്ന് പറയാനാണ് അവരുടെ മനസ്സ്. എന്നാലും നമുക്കത് ചെറിയ ശ്രമം നടത്താം. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയെ പറ്റി, സ്പെഷ്യലി മെന്നിനെ പറ്റി ഐ ആം വെരി ഹോപ്പ്ഫുൾ. ബിക്കോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ആൺമക്കളൊന്നുമില്ല, മീരയ്ക്കും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ഈ നെഫ്യൂസിനെയും പിന്നെ ആ ഫ്രണ്ട്സിൻ്റെ മക്കളെയൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ്, വെരി ലൈറ്റ് ഹാർട്ടഡ്. അവരെ വളർത്തിരിക്കുന്ന അമ്മമാരെ പറ്റി നമുക്ക് ഊഹിച്ചെടുക്കാം. അവരൊക്കെ വായിച്ചിട്ടുണ്ട്, അവർ പഠിച്ചിട്ടുണ്ട്, അവർക്ക് ഇങ്ങനെ സ്ത്രീകളെ താഴ്ത്താനോ അതൊന്നും അറിയാൻ പാടില്ല. സോ വാട്ട് ഡു യു ദോ വി ഹാവ് ഹാർവി വൈൻസ്റ്റൈൻ ഇപ്പോൾ ജയിലിൽ പോയി, പിന്നെ ഇവിടെ കേരളത്തിലും എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ വാച്ച് ചെയ്യുന്ന ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോ വാട്ട് ഡു യു ഫീൽ ഒപ്റ്റിമിസ്റ്റിക് ഇപ്പോഴത്തെ ഈ തലമുറയിലെ ആണുങ്ങളെ പറ്റി? വാട്ട് ഡു യു ഫീൽ? എന്താ ഒരു അല്ല, ഈ തലമുറയിലെ മാത്രമല്ല, എല്ലാ തലമുറയിലെയും പുരുഷന്മാരെക്കുറിച്ച് ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക്കാണ്. അവർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൂടുതൽ നല്ല മനുഷ്യരായി തീരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ എഴുതുന്നത്. സ്ത്രീകളെക്കാൾ സത്യത്തിലത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് എഴുതുന്നതെന്നുള്ളത് കൊണ്ട് അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മോശക്കാരാകാൻ സാധിക്കില്ല എന്നുള്ളതുണ്ട്. പുതിയ തലമുറയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം അതാണ്. പുതിയ തലമുറയിലെ നല്ലൊരു ശതമാനം ആൺകുട്ടികളെയും വളർത്തിയിരിക്കുന്നത് വളരെ സ്വത്വബോധമുള്ള, സ്വന്തം അവകാശങ്ങളെപ്പറ്റി ബോധമുള്ള, അത് നിഷേധിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ അമ്മമാരാണ്. ആ അമ്മമാരുടെ മക്കളായിട്ട് വളർന്ന ആൺകുട്ടികൾക്ക്, ആ അമ്മമാർ വളർത്തിയെടുത്ത ആൺകുട്ടികൾക്ക് അവർക്കൊരിക്കലും ഈ സ്ത്രീ വിരുദ്ധത സാധ്യമല്ല. അതാണ് സ്ത്രീകൾക്ക് അറിവും വിദ്യാഭ്യാസവും ലോകപരിചയവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒക്കെ കൊടുക്കുമ്പോൾ സമൂഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അതാണ്. അതിന് പകരം സ്ത്രീയെ കൂടുതൽ അടച്ചിടുകയും അവളെ കൂടുതൽ സപ്രസ് ചെയ്യുക, അവളുടെ ശബ്ദം കേൾപ്പിക്കാതിരിക്കുക, അവളുടെ രൂപം കാണിക്കാതിരിക്കുക, അവളെ സെൻട്രൽ സ്റ്റേജിൽ വരാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് അടിമകളുടെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിന് തുല്യമാണ്. അത് എവിടെ നമ്മളത് തടസ്സപ്പെടുത്തുന്നുവോ അവിടെ മുതൽ ഒരു മാറ്റം വരുമെന്നാണ് എനിക്ക് പറയുന്നത്. ഇപ്പോഴത്തെ ആൺകുട്ടികളുടെ ഒരു വലിയൊരു പ്രത്യേകത അതാണ്. അവർക്ക് അവരുടെ അമ്മമാരുമായും അവരുടെ പേരൻറ്റിങ്ങിനെ പറ്റി അവർക്കൊരു ധാരണയുണ്ട്. അതൊരു വലിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള അമ്മമാരല്ലെങ്കിൽ പോലും അവർ വളർത്തിയെടുത്ത വളരെ കടും പിടുത്തത്തോടെ വളരെ ട്രഡീഷണലായ വിശ്വാസങ്ങളിൽ മുറുകെ പിടിക്കുന്ന അമ്മമാരും അച്ഛന്മാരും വളർത്തിയെടുത്ത പെൺകുട്ടികൾക്ക് പോലും അവരുടെ അവകാശങ്ങളെപ്പറ്റിയും അവരുടെ എന്താണ് പറയേണ്ടത്, ജീവിതം എങ്ങനെ ഷേപ്പ് ചെയ്യണമെന്നതിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ സമൂഹത്തെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ പോലും തീർച്ചയായിട്ടും മറ്റൊരു ഘടകമുണ്ട്. കാരണം ഈ 2 ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോൾ 4 ചുവട് പിന്നോട്ട് വലിക്കുന്ന ഒരു ഗ്രൂപ്പ് നിക്ഷിപ്ത താല്പര്യക്കാരുടെ, നിക്ഷിപ്ത രാഷ്ട്രീയക്കാരുടെ, നിക്ഷിപ്ത മതവിശ്വാസികളുടെ ഒക്കെ ഒരു ഗ്രൂപ്പ് പിന്നിലുണ്ട്. അത് വലിയൊരു ആക്രമണമാണ്. അവരുടെ സംഘടിതമായൊരു ആക്രമണം തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. അതിനിടയിലും സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു, കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കാതെ പറ്റില്ല. ഈ തലമുറയിലെ പെൺകുട്ടികളെ ഇനി പഴയതുപോലെ അടിച്ചൊതുക്കാൻ പറ്റില്ല. അങ്ങനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു വലിയ ഇതാണ്. ആ പെൺകുട്ടികളോട് ഒത്തുപോകാനും അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും അവരുടെ ഹൃദയവും പിടിച്ചെടുക്കാനും അവരോടൊപ്പം ജീവിതം പങ്കിടാനും അവരുടെ തലമുറയിലെ ആൺകുട്ടികൾ നന്നായി പണിപ്പെടേണ്ടി വരും, നന്നായി നവീകരിക്കപ്പെടേണ്ടി വരും.
അതായിരുന്നു എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചപ്പോൾ ഈ ഒത്തിരി ഇമാൻസിപ്പേഷനും സെക്ഷുവൽ ഫ്രീഡമും റൊമാൻറ്റിക് ആപ്സും എല്ലാം ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ലെവൽ പ്ലേയിങ് ഫീൽഡ്. ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ഓൺ ദ സെയിം തിങ്. ബട്ട് സംടൈംസ് ഐ ഫീൽ അവിടെയും ആണുങ്ങൾ പെണ്ണുങ്ങളെ ആക്കുന്നതാണോന്ന്, യുനോ, ലൈക്ക് സ്പെഷ്യലി വെൻ ദ പിൽ കെയിം ഇൻ ദ US. അപ്പോൾ ഓക്കെ, ബർത്ത് കൺട്രോൾ ഇസ് നൗ ഇൻ ദ ഹാൻഡ്സ് ഓഫ് വിമൻ. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്ക് എന്തും ആവാം. പക്ഷേ ദാറ്റ് വാസ് ആക്ച്വലി പ്ലേയിങ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് മെൻ. സോ ഇപ്പോഴത്തെ ഈ ഫ്രീഡം, of course women are taking advantage of that freedom, but I also feel that men also know how to manipulate that freedom back. ഇറ്റ് ഓൾ ഡിപ്പെൻസ്. അതായത് അത് വ്യക്തികളെ ആശ്രയിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള എന്താണ് ഹൃദയബന്ധങ്ങളും യഥാർത്ഥത്തിലുള്ള ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധവും ഓരോ ആളിൻ്റെയും ആവശ്യമാണ്. ഒരു വൈകാരിക സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മാത്രം ആവശ്യമല്ല, അത് സ്ത്രീയേക്കാൾ ആവശ്യമുള്ളത് പുരുഷനാണ്. പ്രത്യേകിച്ചും പ്രായം ചെല്ലും തോറും എങ്ങനെയാണ് പുരുഷന്മാർ അവരുടെ ഭാര്യമാരെ ആശ്രയിക്കുന്നവരും അവർ ഭാര്യമാർക്ക് അടിമകളാകുന്നവരും ആകുന്നതെന്നുള്ളതിൻ്റെ ഒരു സംഗതിയുണ്ട്. കാരണം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവർ വളരെ നിസ്സഹായരാണെന്നും ഈ ഒരു സ്ത്രീയുടെ ജീവിതം മുഴുവൻ പിന്നെ കുറ്റം പറയുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്തിരുന്ന ഈ സ്ത്രീയുടെ ഒരു സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്നും. ഭക്ഷണം കിട്ടുമായിരിക്കും, വസ്ത്രമൊക്കെ ശരിയായിട്ട് കിട്ടുമായിരിക്കും, പക്ഷെ എന്നാലും എവിടെയോ ഒരിടത്ത് നിങ്ങൾക്ക് വേദനിക്കുമ്പോൾ ഒപ്പം വേദനിക്കാൻ ആത്മാർത്ഥതയുള്ളൊരു സ്ത്രീയുടെ സാന്നിധ്യം ഇല്ലാതെ ഈ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പുരുഷനും നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ഇനി അങ്ങോട്ടും വേണമെങ്കിൽ ഈ പുതിയ പെൺകുട്ടികളോട് വളരെ ആത്മാർത്ഥതയോടെയും വളരെ സത്യസന്ധതയോടെയും ഇടപെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ കഷായം കുടിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഭാര്യമാരൊരു പോക്ക് പോവും, മക്കൾ പ്രസവിച്ചു അല്ലെങ്കിൽ കൊച്ചുമക്കളെ കാണണമെന്നും പറഞ്ഞിട്ട്, എന്നിട്ട് കൊച്ചുമക്കൾ കോളേജിൽ പോകണവരെ അമ്മ അവിടെ നിൽക്കും. അപ്പോൾ ദ ഫാദർ വിൽ ബി ലൈക്ക് അലോൺ. ഒരു കപ്പ് ചായ പോലും അയാൾക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്തൊരു അവസ്ഥയിലേക്കായിരിക്കും. ഓക്കെ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ ആൺകുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പലരും കല്യാണം കഴിച്ചിട്ട് ആൺകുട്ടികൾക്ക് വേണ്ടി പ്രസവിക്കുന്ന അമ്മമാരുണ്ട് അല്ലേ? ഒരാൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് 2, 3, 4, 5 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടി ഒറ്റ മകന് വേണ്ടി പ്രസവിക്കുന്ന അമ്മ. എന്നിട്ട് ഈ മകനെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് വളർത്തിയെടുക്കാൻ എങ്ങനെ ഈ അമ്മമാർക്ക് കഴിയുന്നു എന്നുള്ളത് എനിക്ക്. സ്വന്തം കാര്യം നോക്കാനേ അറിയില്ല. ഇത്ര ദുർബലരായ, ഇത്ര നിസ്സഹായരായ, ഒന്നിനും കൊള്ളാത്ത യൂസ്ലെസ്സുകളായ ആൺകുട്ടികളെ വളർത്തിയെടുത്തിട്ട് ഒരു ഡിഗ്രിയും വാങ്ങിച്ചു കൊടുത്ത് വലിയൊരു സ്ത്രീധനത്തിനൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഏതോ ഒരു പെണ്ണിൻ്റെ ഇതിലേക്ക് തലയിലോട്ട് വെച്ചു കൊടുക്കുകയാണ്. എന്തൊരു ബുദ്ധിമോശമാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ഈ പ്രബുദ്ധരായ മലയാളി മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആൺകുട്ടികളെ കുറച്ചൊക്കെ, എനിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം അടുക്കള ജോലികളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തേനെ. ഞാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ദിലീപ് പഠിപ്പിച്ചേനെ. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ CV ത്രിവിക്രമൻ എന്ന് പറഞ്ഞ് വയലാർ അവാർഡിൻ്റെ പിന്നെ കമ്മിറ്റിയുടെ വളരെ കാലം അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന ത്രിവിക്രമൻ സാറ്, അദ്ദേഹത്തിന് 2 പെൺമക്കളായിരുന്നു. അപ്പോൾ അവരോട് അടുക്കള ജോലി ചെയ്യാൻ സമ്മതിക്കുമായിരുന്നില്ല. ഓഫ് കോഴ്സ് അവർ വളരെ വെൽത്തി ആയിരുന്നു, വളരെ വെൽ ടു ഡു ഫാമിലി ആയിരുന്നു. പക്ഷേ അടുക്കള ജോലി ചെയ്യാൻ സമ്മതിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ ലളിത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും കൂടുതൽ പ്രാക്ടീസുള്ള ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഡോക്ടറെയും അടുക്കളയിൽ കയറാൻ സമ്മതിക്കില്ല. അപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ കാരണം, ഒരു 3 തലമുറയിലെങ്കിലും ഒരു കുടുംബത്തിലെ സ്ത്രീ അടുക്കള ജോലി അവളുടെ ഉത്തരവാദിത്വം അല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അതിൻ്റെ കെട്ടുപാടിൽ നിന്ന് മോചിതരാകൂ. അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അടുക്കള എൻ്റെ ജോലിയല്ലേ എന്ന് വിചാരിക്കും. ഞാനും ദിലീപും വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിക്കുമ്പോൾ പിറ്റേന്ന് എന്താ കഴിക്കേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഈ ബ്രേക്ക്ഫാസ്റ്റിന് നേരത്തെ നമ്മൾ എന്തോ കരുതി വെക്കണം എന്നുള്ളൊരു ഓർമ്മ എനിക്കില്ല. രാവിലെ വിശക്കുമ്പോഴാണ് ഓഹോ ഇതെന്താ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് എന്നുള്ള ആലോചന വരുന്നത്. പക്ഷേ അപ്പോൾ ദിലീപ് ഞാനിത് ഓർക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സർവൈവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തലേന്ന് തന്നെ അരി ഉഴുന്നുമൊക്കെ കുതിർക്കാനിടുകയും അരച്ച് വെക്കുകയും ചെയ്യുമായിരുന്നു.
ഇതെനിക്ക് വലിയൊരു സർപ്രൈസായിരുന്നു. അപ്പോൾ അവിടെ ദിലീപ് വീടൊക്കെ വൃത്തിയാക്കാനായിട്ട് ചൂലെടുക്കുമ്പോൾ എൻ്റെ അമ്മമ്മ പറയും, നീ ഒരിക്കലും നന്നാവില്ല, ഒരു ആണിനെ കൊണ്ട്, ഒരു പുരുഷനെ കൊണ്ട് ചൂലെടുപ്പിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനത് എടുപ്പിച്ചത് കൊണ്ട് ഞാൻ നന്നായി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എഴുത്തുകാരിയായിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. അതല്ലാതെ ആ ചൂല് പിടിച്ച് വാങ്ങിച്ച ഞാനത് വൃത്തിയാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് എഴുതാനും പറ്റില്ല, എന്നെ നിങ്ങളാരും അറിയുകയില്ല, എനിക്ക് കഥയൊന്നും. അതുകൊണ്ട് ആൺകുട്ടികൾ ചൂലെടുത്ത ആ വീടിൻ്റെ ഐശ്വര്യമാണ്. മീര പറഞ്ഞത് ശരിയാണ്. നമ്മളിപ്പോൾ പുറത്ത് എത്ര വലിയ പള്ളിപ്പെരുന്നാളിനെ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി എത്ര ലേറ്റായിട്ട് നാടകമൊക്കെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ടി വി ഒക്കെ ഓൺ ചെയ്യും, പിന്നെ ഡ്രസ്സൊക്കെ മാറാൻ പോകും, കുളിക്കാൻ. നമ്മളുടെ സ്ത്രീകളെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡിന്നർ എന്താണ് അത് നോക്കൂ, ഫ്രിഡ്ജ് തുറക്കൂ, എന്താണെന്ന് വെച്ചാൽ അത് മൈതാനത്തിലേക്ക്, അത് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവരിക. പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് രാത്രി അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാൻ പറ്റില്ല. പിറ്റേ ദിവസം എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ്, അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആലോചിക്കണം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് നെക്സ്റ്റ് ഡേ ദർ ഈസ് നോ ബ്രേക്ക്ഫാസ്റ്റ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ വീടുകളിലും എന്തിനാണ് ഈ അടുക്കള പണിയുന്നത്? അത് ഏത് ആർക്കിടെക്റ്റാണാവോ? ലൈക്ക് എവ്രി ഹൗസ് ഹാസ് എ കിച്ചൺ, ബിക്കോസ് ആർക്കിടെക്ട് ഇസ് എ മാൻ. ഓക്കെ, I wanted to ask you about your very basic crafting technique. Firstly, I'll ask you about your reviews. Okay. English, I know I'm looking at the time. English എല്ലാ റിവ്യൂസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, ഉഗ്രൻ റിവ്യൂസ് ആണ്. And people are appreciating you for the right reasons and all. മലയാളത്തിൽ have you come across any reviewers that you felt had some other agenda? Like they did not understand the story, or they wanted to act like they did not understand the story. അതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവുമല്ലോ. ഒരു സ്ത്രീ എഴുതുകയും പിന്നെ നിങ്ങൾ എഴുതിയത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവൾ അഹങ്കരിക്കുമല്ലോ എന്നുള്ളൊരു, അവൾ നന്നാവാൻ വേണ്ടി പലരും നമ്മളെ കുറച്ച് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി പരിശീലനമൊക്കെ തരാറുണ്ട്. ആ പരിശീലനമൊക്കെ ധാരാളം കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ നന്നായിട്ട് അഹങ്കരിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ എനിക്ക് മറ്റ് പല എഴുത്തുകാരികളെയും നമ്മുടെ മുന്നിൽ ജീവിച്ചിരുന്ന, അതായത് മുൻഗാമികളായ എഴുത്തുകാരികളെയും പല എഴുത്തുകാരന്മാരെയും ഒക്കെ അപേക്ഷിച്ച് വളരെ ഭാഗ്യം ചെയ്തൊരു എഴുത്തുകാരിയാണ് ഞാൻ. ലക്കെന്ന് പറയുന്നൊരു സംഗതി എനിക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ പുസ്തകങ്ങൾ നന്നായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, വായിക്കപ്പെട്ടിട്ടുണ്ട്. വായിച്ചില്ല എന്നോ റിവ്യൂ ചെയ്യപ്പെട്ടില്ല എന്നോ ഒരു പരാതിയും എനിക്ക് പറയാനുള്ളൊരു അവകാശമില്ല. അതിലേറെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ഞാനത് എഴുതിയ കാലത്തേക്കാൾ വായനക്കാരതിനെ തേടി പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ എഴുതിയ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ അത് തേടിപ്പിടിച്ച് വായിക്കുകയും അതിനെപ്പറ്റി വളരെ മനോഹരമായി കുറിപ്പുകളും റിവ്യൂസും എന്നെ എഴുതി അറിയിക്കുകയും അത് വായിച്ച് അവരെഴുത്തുകാരോ നല്ല വായനക്കാരോ കുറച്ചുകൂടി ജീവിതത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരോ ആയി എന്നും പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൺകുട്ടികളും എന്നോട് പറയുന്നു ആ പുസ്തകങ്ങൾ അവരെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കി എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അതിലപ്പുറം ഞാൻ റിവ്യൂസിനൊന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ ജീവിക്കുന്ന അത്രയും കാലത്ത് മാത്രം വായിച്ചാൽ മതി എൻ്റെ പുസ്തകങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ചില എഴുത്തുകാരന്മാരൊക്കെ പറയുന്ന പോലെ 1000 കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങളുടെ പുസ്തകം, നിങ്ങളുടെ കഥയൊക്കെ നിലനിൽക്കണം, നിങ്ങളുടെ പേര് നിലനിൽക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. അന്ന് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരാണ് ആ വായനക്കാരുടെ സന്തോഷവും സ്നേഹവും ഒക്കെ അറിയേണ്ടത്. ഞാൻ എഴുത്ത് കഴിഞ്ഞിട്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ആളുകൾ വായിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഞാനത് ആഗ്രഹിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഈ ഒരു ഘട്ടം, ഈ ഒരു മൊമെൻറ്റ്, ഈ നിമിഷങ്ങൾ, എനിക്ക് മുമ്പിലിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഇതാണ് ആ കഥയെ പൂർത്തിയാക്കുന്നത്. ഇതാണ് എൻ്റെ മനസ്സിലുള്ള എഴുതാനുള്ള സന്തോഷത്തെ, എഴുത്തിൻ്റെ പ്രക്രിയയുടെ സന്തോഷത്തെയൊക്കെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് അതാണ്. അതിനപ്പുറം എനിക്ക് യാതൊരു പ്രതീക്ഷയും പരിഭവവും ഒന്നും റിവ്യൂസിനെ പറ്റിയോ പിന്നെ വിമർശനങ്ങളെ പറ്റിയോ ഇല്ല. എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു വിമർശനം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ പുസ്തകങ്ങൾ എഴുതുന്നത്? അതായത് ചെറിയ പുസ്തകം എഴുതിയാൽ മതി. ഒരു സ്ത്രീയുടെ പേര് വെച്ചിട്ട് ഒരു വലിയ തടിയൻ പുസ്തകം കാണുമ്പോൾ അവിടെ എവിടെയോ ആരുടെയോ ഒരു ഈഗോ ഒത്തിരി മുറിപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം.
പിന്നെ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ ഇത് കുറച്ചുകൂടി എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് നന്നാവുമായിരുന്നു. എഡിറ്റ് ചെയ്യാതെ നന്നാവും. അത് ബാക്കി എഡിറ്റ് ചെയ്യണമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭാഗത്തിൻ്റെ അതെങ്ങനെയാണ് ഞാനത് മുന്നിൽ കണ്ടതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാനുള്ളൊരു വിനയം കാണിച്ചാൽ മതി. അതുകൊണ്ട് സ്ത്രീകളെ എപ്പോഴും ഉപദേശിക്കാനും സ്ത്രീകളുടെ അവരെ എഴുത്തുകാരായിട്ടും നർത്തകിമാരായിട്ടും സംഗീതജ്ഞരായിട്ടും ഒക്കെ ഉപദേശിച്ച് അവരുടെ ഭാവി നന്നാക്കാനൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വളരെ പേരൊന്നും കാണില്ല. അപ്പം നമുക്കൊരു സിസ്റ്റർഹുഡ് തന്നെ വേണ്ടി വരും. അത് പലപ്പോഴും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള സ്ത്രീകൾ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റിവ്യൂസിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഒന്നിനും വലിയ കാര്യമൊന്നുമില്ല. ആളുകൾ എത്ര സന്തോഷിക്കുന്നു, ആളുകൾ എത്ര സ്നേഹിക്കുന്നു, ആളുകൾ എത്ര ഒരു വാക്കിനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രം നോക്കിയാൽ. മീരയുടെ റൈറ്റിംഗ് പ്രോസസ്സിനെ പറ്റി ഞങ്ങൾക്കൊരു ചെറിയ ഗ്ലിംസ് തായോ. ചില റൈറ്റേഴ്സ് പറയും ഞങ്ങൾ ഹോട്ടലിൽ അല്ലെങ്കിൽ എയർപോർട്ടിൽ ഇങ്ങനെ വല്ല നാപ്കിനിലൊക്കെയാണ് നോട്ട്സ് എഴുതുന്നത്. ഇപ്പോൾ നമുക്ക് ഫോണൊക്കെ ഉണ്ട്, അപ്പോൾ ഫോണിൽ നമ്മൾ എന്തെങ്കിലും, അപ്പോൾ എങ്ങനെയാണ് ആദ്യം തൊട്ട് ഒരു എല്ലാം എൻ്റെ തലയ്ക്കുള്ളിലാണ്. എൻ്റെ തലച്ചോറ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ അതിനുള്ളിൽ മുഴുവൻ കഥകളായിരിക്കും. കഥകൾ ഭൂപടങ്ങളായി കാണും, അത്രയേ ഉള്ളൂ. എനിക്കൊരു കഥ എഴുതാൻ ഞാൻ തീരുമാനിക്കുന്നത് പലപ്പോഴും ഒരു ഡെഡ് ലൈൻ ഉണ്ടാകുമ്പോഴാണ്. ഈ പത്രപ്രവർത്തനം എന്നെ പഠിപ്പിച്ച ഒരു ദുശീലം അതാണ്. കഥ എഴുതിക്കൊണ്ട് ഞാൻ എല്ലാ ദിവസവും എഴുതുന്ന ഒരാളാണ്, പക്ഷെ അതെൻ്റെ തലയ്ക്കുള്ളിലായിരിക്കും. പക്ഷേ എഴുതാനിരിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണമോ അല്ലെങ്കിൽ പിന്നെ പ്രസാധകരോ ഇന്ന് പ്രസ്സിലേക്ക് പോകണം അല്ലെങ്കിൽ നാളെ പ്രസ്സിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ എഴുതാനിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ ഒരു താല്പര്യമില്ല. ആ പ്രക്രിയ ഭയങ്കര പ്രയാസമാണ്. പക്ഷേ വൺസ് ഞാൻ എഴുതാനിരുന്നാൽ പിന്നെ അത് തീർത്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റൂ. പകുതിയായി കലാച്ചി എന്ന് പറയുന്നൊരു പുസ്തകമാണ് ഞാൻ ഇത്രയും കാലം നീട്ടി കൊണ്ടുപോയ ഒരു പുസ്തകം. സാധാരണ എഴുതാൻ അത് പെട്ടെന്ന് എഴുതി തീർക്കുകയാണ് പതിവ്. പക്ഷേ കലാച്ചി ഇടയ്ക്ക് കോവിഡ് അങ്ങനെ പല കാരണങ്ങളാലും കുറച്ച് നീണ്ടു കഴിഞ്ഞത് പിന്നീട് ഒന്നുകൂടെ എഴുതാൻ ഇരിക്കാൻ ഞാൻ ഒരുപാട് മടിച്ചു. പക്ഷേ ഇപ്പോൾ എൻ്റെ തലയ്ക്കുള്ളിലെല്ലാം അതാണ്. അത് ഉടനെ പുറത്തു വരുന്ന പുസ്തകമായതുകൊണ്ട് അത് എഴുതി കഴിഞ്ഞു. അതിൻ്റെ ഒരു സമാധാനം ഇപ്പോഴുണ്ട്. അപ്പോൾ അടുത്ത പുസ്തകം തീർച്ചയായിട്ടും അലട്ടാൻ തുടങ്ങും. അതാണ് ഒരവസ്ഥ. കുറേ കാലത്തിനൊക്കെ മുമ്പ് നമ്മൾ എഴുതുമ്പോൾ എനിക്ക് വളരെ ഇതുണ്ട്, ആളുകളൊക്കെ നന്നായി എന്ന് പറഞ്ഞു കേൾക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നും. ഇപ്പം എനിക്കതല്ല, അതിനപ്പുറം നന്നായി എന്ന് എനിക്കും കൂടെ തോന്നണം. കാരണം എനിക്കൊരു ആദ്യത്തെ ആ ഒരു ഇതിൽ എന്നേക്കാൾ കുറച്ചുകൂടെ നന്നായി ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെനിക്ക് തോന്നണമെന്നൊരു ഒരു ശാഠ്യമുണ്ട്. പഴയ രീതികളായിരിക്കും. നമ്മൾ നന്നായി എന്ന് നമ്മളെ ഉറപ്പിക്കണമല്ലോ, അതങ്ങ് ശീലമായിട്ട് വന്നതായിരിക്കും. പക്ഷേ എഴുത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മൾ ഏതൊക്കെ ഹൃദയങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ തുണ്ടുകൾ ഇങ്ങനെ ചിതറിക്കിടക്കുന്നതും അത് രക്തത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന ഫ്രേസിലെ പോലെ ആ ഹൃദയത്തിൻ്റെ അംശങ്ങൾ നമ്മളെ തിരിച്ചറിയുന്നതും ജനിതകങ്ങളുടെ ഘടന പോലെ അത് ഇങ്ങനെ പലരിലായിട്ട് വന്ന് വലിയൊരു ഭൂപടം ഉണ്ടാക്കുന്നതൊക്കെ ഇമാജിൻ ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ എനിക്ക് എൻ്റെ ഇവിടെ ഇരിക്കണം, എൻ്റെ റൂമിൻ്റെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. രണ്ട് കാര്യങ്ങളുണ്ട്. എനിക്ക് ആളുകൾ ആ സമയത്ത് അധികം സംസാരിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ അത് പ്രത്യേകിച്ചും എനിക്ക് എൻ്റെ വീട്ടിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ മകളെയോ അമ്മയെയോ ഭർത്താവിനെയോ ഒന്നും ആ സമയത്ത് കാണുന്നതേ ഇഷ്ടമല്ല. ഇവരൊക്കെ ഓരോന്ന് സംസാരിക്കും, ഓരോ കാര്യങ്ങൾ പറയും. അതെല്ലാം എനിക്കുള്ള നേരെയുള്ള വെല്ലുവിളികളായിട്ട് എനിക്ക് തോന്നും. ഞാൻ ആ സമയത്ത് ഭയങ്കര മൂശേട്ട സ്വഭാവക്കാരിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ മാത്രമായിട്ട് ഒരു ജനലിൻ്റെ അടുത്തിരുന്ന് ആകാശം കാണാൻ പറ്റുന്നത് പോലെ ഇരിക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും എഴുതാനും പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത് മായ്ച്ച് കളഞ്ഞിട്ട് പിന്നെയും എഴുതാനും ഒക്കെയുള്ള ഒരു സന്ദർഭമാണ്. പൊതുവേ എനിക്ക് ആ സമയത്ത് മനുഷ്യരുമായിട്ട് ഇടപെടുന്ന ഇഷ്ടമല്ല. ആ സമയത്തൊക്കെ ചിലർ ഫോൺ വിളിക്കും, മീറ്റിങ്ങിന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം അവർക്ക് പ്രത്യേകിച്ച് യാതൊരു വിരോധമില്ല, അവർ വളരെ സ്നേഹത്തോടെയാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാരണമില്ലാതെ ഞാനിവിടെ ഇങ്ങനെ
എന്താണ് വലിഞ്ഞു മുറുകി പകുതി വീണ് കിടന്ന് ചെതറിക്കിടക്കുന്ന സമയത്താണ് അവർ 29-ാം തീയതി ഒഴിവുണ്ടോ എന്ന് ചോദിക്കുന്നത്. 29-ാം തീയതി പോയിട്ട് ആ ദിവസം ഒന്ന് കടന്നു കിട്ടിയാൽ മതി, ഇതായിരിക്കും എൻ്റെ മനസ്സിലുള്ള തോന്നൽ. അപ്പം അങ്ങനെയുള്ളൊരു സ്വഭാവം എഴുതുമ്പോഴുണ്ട്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഭക്ഷണം കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നാറുണ്ട്, പക്ഷെ എനിക്കത് ഉണ്ടാക്കാനൊന്നുമുള്ളൊരു തോന്നാറില്ല. എനിക്ക് കുറേ മുമ്പ് അനീത ദേശായിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. കിരൺ ദേശായിൻ്റെ ആ ഫസ്റ്റ് ബുക്കർ വിന്നർ ബുക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഞാനും മകളും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്, അവളുടെ ഡോർ എപ്പോഴും ഷട്ടാണ്, ഞാൻ അവളുടെ ഭക്ഷണം അവളുടെ റൂമിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെക്കും. സോ ഐ ഫെൽറ്റ് വെരി ജെലസ്. എന്ന് വെച്ചാൽ അവൾ പുറത്ത് വന്ന് അവൾക്ക് വർത്തമാനം പറയണമെങ്കിൽ ഞാനുണ്ട്, അതല്ല അവൾ വാതിലടച്ച് വെക്കുക. ബിക്കോസ് ബോത്ത് മദർ ആൻഡ് ഡോട്ടർ ആർ റൈറ്റേഴ്സ്, നോ. അപ്പോൾ ഓക്കെ. ഒരു കാര്യം കൂടെ, നമ്മുടെ KP അപ്പൻ സാർ മലയാളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ളൊരു ക്രിട്ടിക്കായിരുന്നു. അപ്പൻ സാർ എഴുതുമ്പോൾ ആരും അകത്ത് ചെല്ലുന്നത് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഓമന ടീച്ചർ. എൻ്റെ കെമിസ്ട്രി ടീച്ചറായിരുന്നു. അപ്പോൾ അപ്പൻ സാറിന് കാപ്പിയും കൊണ്ട് പോയാൽ സാർ എപ്പോഴെങ്കിലും മുഖം ഉയർത്തി നോക്കുന്നത് വരെ ടീച്ചർ കാപ്പിയുമായിട്ട് അവിടെ കാത്തു നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഭർത്താവിനെ എല്ലാ സ്ത്രീകൾക്കും കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മളൊക്കെ അടിച്ച് പൊളിച്ച് തകർക്ക്. ഇത് ദിലീപ് ചായയൊക്കെ ഇട്ട് തരും, പക്ഷെ ടപ്പേന്ന് കൊണ്ടുവന്നിട്ട് മീരേ ചായ. അപ്പോൾ ഇത് ആ നിശബ്ദത, ആ ഏകാന്തത, ആ എഴുത്തിനോടെന്നുള്ള ആ എഴുത്തിൻ്റെ ആ ഒരു പ്രക്രിയയോടുള്ള ഒരു ആദരവ് നിറഞ്ഞ, ആരാധന നിറഞ്ഞ, അതിൻ്റെ ആ സെറീനിറ്റി തരാനുള്ള ഒരു തരം എന്താണ് അതിൻ്റെ ഒരു സഹൃദയത്വം, ഇതൊക്കെയാണ് ശരിക്കും എഴുത്തിനെ ആഹ്ലാദകരമാക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുണ്ടല്ലോ, ഞാൻ എപ്പോഴും ആലോചിക്കും, യേശു ക്രിസ്തു ബൈബിളിൽ എഴുതിയത് പ്രവാചകൻ സ്വന്തം വീട്ടിലും സ്വന്തം നഗരത്തിലും മാത്രം അംഗീകരിക്കപ്പെടുന്നില്ല എന്നാണ്. അപ്പോൾ എത്ര വേദനിച്ചിട്ടായിരിക്കും അത് പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ലോകരക്ഷകനായ ദൈവപുത്രനായ സാക്ഷാൽ ക്രിസ്തുവിനെ പോലും സ്വന്തം വീട്ടിലും സ്വന്തം നാട്ടിലും അംഗീകരിച്ചിട്ടില്ല. പിന്നെയാണ് ഈ പാവം സ്ത്രീകളെ. വലിയ പ്രയാസമാണ്. ഇതിനൊക്കെ എതിരെ നമ്മുടെ പിന്നാലെ വരുന്ന കുട്ടികൾ പകരം ചോദിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് വായനക്കാരും കേട്ടിരിക്കുന്നവരുമായിട്ടുള്ള സംഭാഷണം തുടങ്ങാം. നമസ്കാരം. വളരെയേറെ KR മീരയെ ആരാധിക്കുന്ന ഒരു വായനക്കാരനാണ്. എന്നെ ആരാധിക്കരുത് പ്ലീസ്. ഇഷ്ടമാണ്, ആരാധന തന്നെയാണ്. ഇഷ്ടം സ്നേഹമൊക്കെ എനിക്കിഷ്ടം. ഓക്കെ. അപ്പോൾ എനിക്ക് 2 പെൺമക്കളാണ്, 4 പെങ്ങന്മാരുമാണ്. എൻ്റെ ആ ഒരു കാരണത്താൽ താങ്കൾ സ്ത്രീവിരുദ്ധനാണെന്ന് അവകാശപ്പെടരുത്. ഒരിക്കലും അല്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്താണെങ്കിലും അദ്ദേഹത്തിനും മൂത്തത് പെൺകുട്ടിയാണ്. ഞങ്ങൾ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ടൂറിന് രാത്രിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവിടാൻ വരുന്നത് തന്നെ മകൾ ബൈക്കിലാണ്. അങ്ങനെയുള്ള അച്ഛന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ മീരയുടെ ആത്മകഥാപരമായ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ അച്ഛൻ ഒരു ക്രൂരനായ ഒരു അച്ഛനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പെൺകുട്ടികൾ ചിരിക്കുന്നത് ഭിത്തിയുടെ പുറത്തേക്ക് കേൾക്കരുത് എന്നാഗ്രഹിക്കുന്ന അച്ഛൻ. അത് യഥാർത്ഥത്തിൽ മീരയുടെ അച്ഛൻ തന്നെ ആണോ, അതോ അതായത് ഒരു ജനറേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വെറുതെ എഴുതുന്നതാണോ, അതോ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ അച്ഛനൊരു പാവം ക്രൂരനായിരുന്നു. ഓക്കെ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതായിരുന്നു. അച്ഛൻ വളരെ സാധുവായിരുന്നു. അച്ഛൻ്റെ വിദ്യാർത്ഥികൾക്കൊക്കെ അച്ഛനെ വളരെ സ്നേഹമായിരുന്നു. ഒരുപാട് പേരെ അച്ഛൻ പഠിപ്പിക്കുകയും പഠിക്കാൻ സഹായിക്കുകയും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കൊടുക്കുകയും വീട്ടിൽ പഠിക്കാൻ സൗകര്യം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ആ ഒരു മനസ്സുകൊണ്ട് ഇന്നും എവിടെ പോയാലും നമുക്ക് ഭക്ഷണം തരാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അച്ഛനും അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. വളരെ നല്ല അധ്യാപകരും വളരെ ആളുകളുമായിട്ട് ഇടപഴകുന്ന ആളുകളുമായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ഒരു വലിയ പ്രശ്നം, അച്ഛൻ്റെ ഏറ്റവും വലിയൊരു വിശ്വാസം, പുരുഷനാണ്
സ്ത്രീയേക്കാൾ ആദരവും അംഗീകാരവും അർഹിക്കുന്നത്. പുരുഷൻ ജന്മമെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ മറ്റെല്ലാവരും വാപൊത്തി നിൽക്കണം എന്നുള്ള ഒരു എളിയ ആഗ്രഹം അച്ഛനെപ്പോഴും ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ചോദ്യം ചെയ്യുമായിരുന്നു. കാരണം ആ കാലത്ത് നമ്മൾ ബാലപുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, വേറെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, ഭരണഘടനയെപ്പറ്റി അറിയുന്നു. അപ്പോൾ ഇതെങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുമായിരുന്നു. അത് അച്ഛനൊരിക്കലും മനസ്സിലാകുമായിരുന്നില്ല. അച്ഛൻ്റെ ഉള്ളിലുള്ള പുരുഷ സങ്കല്പമൊക്കെ ഉണ്ടായത് ജീവിത നൗക, പിന്നെ മറ്റേ പഴയ കുറേ അധ്യാപിക, ഇങ്ങനെയൊക്കെയുള്ള സിനിമ, വാഴ്വേ മായം, അതൊക്കെ കണ്ട് കരഞ്ഞിട്ടുള്ള ആളാണ് അച്ഛൻ. അച്ഛൻ്റെ ആദ്യത്തെ മകളായിരുന്നു ഞാൻ, ആദ്യത്തെ കൺമണിയായിരുന്നു ഞാൻ. അച്ഛനെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛന് വലിയ അഭിമാനമായിരുന്നു. പക്ഷേ അച്ഛൻ പറയുന്ന അനുസരിക്കില്ല എന്ന് തോന്നിയ നിമിഷം തൊട്ട് ഞാൻ അച്ഛൻ്റെ ശത്രുവായി. അച്ഛൻ എന്നെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ അങ്ങനെ പഠിക്കുന്നില്ല എന്നും തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കൊണ്ടും കൊടുത്തും കുറേ കാലം ജീവിച്ചു. ഹി വാസ് വെരി ലവിങ്, ഹി വാസ് എ വെരി നൈസ് പേഴ്സൺ. ഒരു കാര്യം, പേരൻറ്റിങ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അച്ഛൻ്റെ വിചാരം മകൾ 1ാം റാങ്ക് കിട്ടുന്നതാണ് അച്ഛൻ്റെ പേരൻ്റ് എന്നുള്ള രീതിയിലുള്ള അച്ഛൻ്റെ വിജയം എന്നായിരുന്നു. അച്ഛൻ ഒരിക്കലും എന്നോടൊരു കഥ പറയാനോ എന്ത് പറഞ്ഞാലും ഒരു ഉപദേശമാണ്, മോറൽ, ഒരു ഉപദേശം, ഒരു ശാസന, എന്തിന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തുകൊണ്ട് നീ ഒരു ജോലി വാങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടായില്ല. പക്ഷേ എൻ്റെ അനിയത്തിക്ക് അച്ഛനോടുണ്ട്. കാരണം അവൾ ജനിച്ചപ്പോഴേക്കും അച്ഛൻ കുറച്ചുകൂടി മെലോ ഡൗൺ ചെയ്ത് കാണും. പക്ഷെ എന്നെ എപ്പോഴും അച്ഛന് ആരൊക്കെ അവരൊരു ഡോക്ടറായി അച്ഛന് ആഗ്രഹം, സഫലമാകാത്ത ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള എന്തോ ഒരു ഇതായിട്ടായിരുന്നു എന്നെ കണക്കാക്കിയിരുന്നത്. അച്ഛനെപ്പോഴും അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ചാൻസ് ആയിട്ടാണ് അച്ഛൻ എൻ്റെ ജീവിതത്തെ കണ്ടത്. ഞാൻ പറഞ്ഞു, അല്ല, അച്ഛൻ്റെ ചാൻസൊക്കെ തീർന്നു, ഇതെൻ്റെ ചാൻസാണ്, ലെറ്റ് മീ ലിവ് ഇറ്റ്. മീര മാം, നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഞാൻ അധ്യാപികയാണ്. അപ്പം പിന്നെ 2 ആൺകുട്ടികളുടെ അമ്മ കൂടിയാണ്. മാം പറഞ്ഞതുപോലെ അവരും ഹസ്ബൻഡ് അധ്യാപകനും എന്നെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ സംതൃപ്തയാണ്. എന്നിരുന്നാലും ഇപ്പം വീട്ടിലേക്ക് ഇരുട്ടത്ത് എങ്ങനെ പോകുമെന്നുള്ളൊരാശങ്ക എനിക്കുണ്ട്. കാരണം ഒരു സഹപ്രവർത്തകരുടെ പുസ്തകം വാങ്ങാനുണ്ട്, അതിനിനി സമയമുണ്ടോ എന്നുള്ള ആശങ്കയിലാണ് ഞാൻ. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ആശങ്കപ്പെടുന്നത് കൂടുതലായിട്ടും എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അല്ലെങ്കിൽ പെങ്ങൾ, ചുറ്റുപാടുമുള്ള സ്ത്രീകളുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയും എന്നുള്ളതാണ്. കാരണം എനിക്ക് എൻ്റെ അനുഭവം പുരുഷന്മാരെക്കാൾ ഇത്തരത്തിൽ എന്നെ ചോദ്യം ചെയ്യാറുള്ളത് നേരം വൈകി വരുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആൺകുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കുന്നതിനും എന്നെ വിമർശിക്കാറുള്ളത് സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബക്കാരോ ആയ സ്ത്രീകളാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് മാമിൻ്റെ അഭിപ്രായം? അത് ഈ പിതൃമേധാവിത്വം അഥവാ പാട്രിയാർക്കി എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു വ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു സ്വഭാവം തന്നെ അത് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഇരകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നത് മറ്റിരകളെ തന്നെയാണെന്നുള്ളതാണ്. അതായത് മരം വെട്ടാൻ ഉപയോഗിക്കുന്ന മഴു എങ്ങനെയാണോ മറ്റൊരു മരത്തിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ സ്ത്രീകളെ മറ്റു സ്ത്രീകൾക്കെതിരെ തിരിച്ച് അവരുടെ ശത്രുതയെ അവരെ പരസ്പരം ഭിന്നിപ്പിച്ച് ഭരിക്കുന്നത്. ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നതാണ് അതിനകത്ത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീകളുടെ അവസ്ഥ, അവർക്ക് യഥാർത്ഥത്തിലുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കാനുള്ള, എന്ന് വെച്ചാൽ തുടക്കം മുതലേ നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? അച്ഛൻ്റെ നല്ല കുട്ടിയായിട്ട് ജീവിക്കുക, അപ്പൂപ്പൻ്റെ നല്ല കുട്ടിയായിട്ട് ജീവിക്കുക, അധ്യാപകൻ്റെ നല്ല കുട്ടിയായിട്ട് ജീവിക്കുക. ഇതെല്ലാം തന്നെ ചില നിബന്ധനകൾ ആവശ്യപ്പെടുന്നതാണ്, അല്ലേ? അത് അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വീട്ടിൽ സമാധാനമുണ്ട്. അങ്ങനെ ഒരു മകളാണെങ്കിൽ വീട്ടിൽ സമാധാനമുണ്ട്. ഈ സമാധാനത്തിന് വേണ്ടി ആരാണ് നിശബ്ദയാകുന്നത്? വീട്ടിൽ ശബ്ദം ഉയരാതിരിക്കാൻ വേണ്ടി, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ ആ ആളാണ് ആ വീട്ടിലെ ഇര. സ്വാഭാവികമായും ഈ സ്ത്രീകൾക്കും അതേ പരിശീലനമാണ് കിട്ടിയതെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഒരിക്കൽ അവർ എന്താണ് സ്വന്തം അവകാശമെന്നും എന്താണ് അത് പ്രയോഗിക്കുന്നതിലെ സന്തോഷമെന്നും തിരിച്ചറിയുമ്പോൾ
അത് മാറിക്കോളും. അതിനുള്ള ഒരു മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയതുപോലെ സീരിയലിൽ മാത്രമല്ലേ ഉള്ളൂ മരുമക്കളെ ഉപദ്രവിക്കുന്ന അമ്മായിയമ്മമാരും മറ്റേ ഇതൊക്കെയുള്ള. അങ്ങനെ ഞാൻ കാണുന്ന പല വീടുകളിലും കാലം മാറുന്നുണ്ട്. നമസ്കാരം മാം. മീരയുടെ എഴുത്തുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ വ്യക്തിനാമങ്ങളെ ആഖ്യാനതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആകാശങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ആ ഏകാന്തതയിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ വരുന്നതാണോ? ചിലതൊക്കെ ബോധപൂർവം തന്നെയാണ്. ചില കഥകൾ പറയുമ്പോൾ ആ കഥാപാത്രത്തിന് ഏത് പേരാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കും. ഇപ്പോൾ പക്ഷേ ആരാച്ചാറിൽ ചേതന എന്ന് തന്നെയാണ് എനിക്കെന്തോ ആദ്യം തന്നെ വന്ന പേര്. അതിൽ ചേതനയുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇത് വായിച്ചപ്പോൾ 2-3 തവണ വായിക്കുകയുണ്ടായി ആരാച്ചാറ്. ആദ്യ വായനയിലല്ല, പിന്നീടുള്ള വായനകളിൽ എനിക്ക് തോന്നി ചേതന എന്ന് പറയുന്ന പേരും ആ കുട്ടി ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഭയങ്കര കോൺട്രഡിക്ഷൻ ഉണ്ട്. അവൾ അത് നിർബന്ധപൂർവമായിട്ട് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതയാവുകയാണ് അവൾ ചെയ്യുന്നത്. അതുപോലെ ആദ്യ ഭാഗങ്ങളിൽ ചേതനയുടെ ജീവിതം ആഖ്യാനത്തിലൂടെ വരുമ്പോൾ ആദ്യ ഭാഗത്തൊന്നും അവൾക്കൊരു സ്ത്രീ എന്ന നിലയിൽ അവളുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു സ്വത്വം എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഭയങ്കര മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ നോവലിൻ്റെ അവസാനത്തിലാണ് അവൾ തൻ്റെ സ്വത്വം കണ്ടെത്തി ഒന്ന് സ്ട്രോങ് ആയി മാറുന്നത്. അപ്പം ചേതനയുടെ പേരും എനിക്ക് അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ആയിട്ട് കൊടുത്ത പോലെ തോന്നി. സഞ്ജീവ് കുമാറിൻ്റെ പേരും ആ രീതിയിൽ തന്നെ തോന്നി. അതിൽ പല കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും അത് ചില പേരുകളൊക്കെ വളരെ ബോധപൂർവം നമ്മൾ കൊടുക്കാറുണ്ട്. ചില പേരുകൾ ഇതാണ് ആ ചേരുന്ന ഒരു പേരൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഈ ആളിന് എന്തായിരിക്കും പേരെന്നുള്ളത് പലപ്പോഴും അത് പേര് സഹിതമാണിത് വരാറുള്ളതെന്നാണ് എൻ്റെ അനുഭവം. അതൊരു പക്ഷേ ഒരു തീം നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസിൽ നമ്മളറിയാതെ കുറേ കാലം കിടക്കുന്നത് കൊണ്ട് അതങ്ങനെ അബോധ മനസ്സ് തന്നെ അല്ലെ അത് രൂപപ്പെടുത്തുന്നത് കൊണ്ടുമായിരിക്കാം. നമസ്കാരം മാം. ഏറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയെ ആദ്യമായി നേരിൽ കണ്ടതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ ഏറെ സ്വതന്ത്രമായി എഴുതിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവളുടെ സർഗാത്മകതയിൽ പ്രതികൂലവും അനുകൂലവുമായി എന്തെല്ലാം കാര്യങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മാം സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൊന്ന് പറയണം. അങ്ങനെ പ്രതികൂലമായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്? അതുപോലെ എനിക്കൊരു കൗതുകത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ ചോദ്യം കൂടി ചോദിക്കാനുണ്ട്, പ്ലീസ്. ചേതന എന്ന പേര് ആരാച്ചാർ വായിച്ചിട്ടില്ലാത്ത ആളുകളുടെ മനസ്സിൽ കൂടി ആ നായികയുടെ പേര് കേൾക്കുമ്പോൾ അത് ആരാച്ചാറിൻ്റെ നായികയാണെന്നറിയാം. ആ പേര് വന്ന വഴി എങ്ങനെയായിരുന്നു? അത് ആദ്യമായി ചേതന എന്ന പേര് മാമിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആ നിമിഷം അതെന്തായിരുന്നു എന്ന് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അല്ല, ആ ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിച്ചത്. ചേതന ആദ്യമേ തോന്നിയ ഒരു പേരാണ്. അതെങ്ങനെ വന്നു എന്ന് എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. പക്ഷേ കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ എഴുതുന്ന പെൺകുട്ടികൾ പിന്നീട് ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ എഴുതാതിരിക്കുന്നതിന് പലപ്പോഴും വ്യക്തിപരമായ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് ധാരാളം എഴുതുമായിരുന്നു. ഒന്നും പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല. പക്ഷേ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തൊട്ട് വീട്ടിൽ ഭയങ്കര എതിർപ്പായി. കണ്ട കഥാപുസ്തകം വായിക്കുന്നു, അതും ഇതൊക്കെ എഴുതി സമയം കളയുന്നു. അച്ഛൻ എന്നെ ഒരു ഡോക്ടറോ സയൻറ്റിസ്റ്റോ ലോകമറിയുന്നൊരു സയൻറ്റിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ അത് സയൻറ്റിസ്റ്റ് ആയില്ലെങ്കിൽ IAS ഓഫീസർ ആവണം, അതും അല്ലെങ്കിൽ പിന്നെ ഒരു ഡോക്ടർ ആവണം, പിന്നെ ഒരു കോളേജ് അധ്യാപികയെങ്കിലും ആവണം. ഇതൊക്കെയായിരുന്നു അച്ഛൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷേ ഞാൻ അന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എഴുത്തുകൊണ്ട് ജീവിക്കണമെന്നും ഒരു ഡിഗ്രി കാലം തൊട്ട് പത്രപ്രവർത്തകയാകണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ പത്രപ്രവർത്തനത്തെപ്പറ്റി അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പത്രക്കാർക്കൊക്കെ ഭയങ്കര പട്ടിണിയും ദാരിദ്ര്യമാണ്, എനിക്ക് ഒരിക്കലും അതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ്. പിന്നീട് ഞാൻ പത്രപ്രവർത്തകയായി. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അവളെ മലയാളം പഠിപ്പിച്ചാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും. കഴിഞ്ഞോ? സമയം കഴിഞ്ഞോ? എത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഇത്രയും വലിയൊരു ചോദ്യം ചോദിച്ചിട്ട്. അപ്പോൾ ഒരു കാര്യമേ ഉള്ളൂ, എഴുതുക, പ്രസിദ്ധീകരിക്കുക. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഈ കോട്ടയുണ്ടല്ലോ, അത് കുറച്ചൊക്കെ ഇഴിയും പൊളിയൊക്കെ ചെയ്തെന്നിരിക്കും.
അപ്പോൾ അതിലൂടെ വരുന്ന വെളിച്ചം ആസ്വദിക്കുക. അതല്ലാതെ ഈ കോട്ടകളൊന്നും തകർക്കാതെ നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല സദസ്സായിരുന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവരോടും സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് മുഖങ്ങൾ കാണുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷൈനി.